19 വയസ്സിൽ നന്ദനത്തിൽ തുടങ്ങി ഇന്ന് പാൻ ഇന്ത്യൻ ലെവലിലെത്തിയ മലയാളി ആക്ടറാണ് പൃഥ്വിരാജ്. ആക്ടർ, ഡയറക്ടർ, സിംഗർ, പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ ഇതിലെല്ലാം വിജയിച്ചിട്ടുള്ള മറ്റൊരു പാൻ ഇന്ത്യൻ മലയാളി നടനില്ല. അസാധാരണമായ വിഷനും ഫോക്കസും ഉള്ള പൃഥ്വിരാജ് ആക്ടർ എന്ന നിലയിൽ ശ്രദ്ധേയമായ ടോപ്പ് 15 മാസ്റ്റർ പീസ് റോളുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ടോപ്പ് 15 മൂവീസിൽ ഏതെങ്കിലും മൂവീസ് മിസ്സായിട്ടുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക. പൃഥ്വിരാജ് സൂപ്പർ സ്റ്റാറായ സിനിമയാണ് പുതിയ മുഖം. മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് തന്നെ കൂക്കി തോൽപ്പിക്കാനും ബാൻ ചെയ്ത് മാറ്റി നിർത്താനും ശ്രമിച്ചുവെങ്കിലും സ്വാഗ് കൊണ്ടും സ്ക്രീൻ പ്രസൻസ് കൊണ്ടും സ്വന്തമായി വഴിവെട്ടി വന്ന രാജുവേട്ടനായ സിനിമയാണ് പുതിയ മുഖം. സ്വപ്നക്കൂട് പോലെ 2006 ഓണത്തിന് ലാലേട്ടന്റെ മഹാസമുദ്രവും മമ്മൂട്ടിയുടെ ഭാർഗവചരിതവും വെട്ടി യൂത്ത് ആഘോഷമാക്കിയ ക്യാമ്പസ് മൂവിയാണ് ക്ലാസ്മേറ്റ്സ്. പ്രണയവും പൊളിറ്റിക്സും സൗഹൃദവും പകയുമൊക്കെ കോളേജ് ലൈഫിൽ ആഘോഷമാക്കിയവർക്ക് ഒരു നൊസ്റ്റാൾജിയ കൂടിയാണ് ക്ലാസ്മേറ്റ്സ്. പഠിക്കുന്ന കാലത്ത് കോളേജ് ലൈഫ് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടാൻ ആഗ്രഹിച്ച പലരും ക്ലാസ്മേറ്റ്സ് ഇറങ്ങിയതിനു ശേഷം റീയൂണിയൻ കൂടാനായി മുൻകൈ എടുക്കുന്നവർ തന്നെ ഉണ്ടായി. സ്വപ്നക്കൂട് പോലെ പൃഥ്വിരാജ് അടിച്ചു പൊളിച്ച് അഭിനയിച്ച സിനിമയാണ് ക്ലാസ്മേറ്റ്സ്. അടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. മാസ് കാണിക്കാൻ മമ്മൂട്ടിക്കും ലാലേട്ടനും ശേഷം ആരാണെന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. മുണ്ടുമടക്കി പീശമിരിച്ച് ഇടികൂടാൻ മലയാള സിനിമയിൽ മമ്മൂക്കയും ലാലേട്ടനും ശേഷം യൂത്തിൽ നിന്ന് പൃഥ്വിരാജിനെ പറ്റൂ. ഈ സിനിമയിലെ സ്വാഗ്, സ്റ്റൈല്, ആക്ഷൻ എന്നിവയുടെ കാര്യത്തിൽ കടുവ കുര്യച്ചൻ പൊളിച്ചടക്കി എന്ന് വേണം പറയാൻ. പിന്നെ പൃഥ്വിരാജിന്റെ സ്ക്രീൻ പ്രസൻസും ആറ്റിറ്റ്യൂഡും ഡയലോഗ് ഡെലിവറിയും ഒരു മാസ് തന്നെയായിരുന്നു. കളിക്കുമ്പോ ഇറങ്ങി കളിച്ചു തന്നെ സാറേ ശീലം. റൊമാൻറ്റിസിസത്തിന് പുതിയ മാനങ്ങൾ നൽകിയ പ്രണയകഥയാണ് കാഞ്ചനയുടെയും മൊയ്തീന്റെയും. സുന്ദരനായ പൃഥ്വി സിനിമയിൽ ഏറ്റവും സുന്ദരനായി തോന്നിയത് വെള്ളാരം കണ്ണുള്ള മൊയ്തീനായപ്പോഴാണ്. മലയാളത്തിലെ വീർസര എന്ന് വേണമെങ്കിൽ പറയാം. വളരെ മെലോഡ്രാമിക്കായി പ്രസന്റ് ചെയ്ത സിനിമ പ്രണയിക്കുന്നവരെ കരയിപ്പിക്കും. ഇരുവഞ്ഞിപ്പുഴയിൽ അലിഞ്ഞുപോയ മൊയ്തീനെ പോലെ, അതോർത്ത് ജീവിക്കുന്ന കാഞ്ചനയെ പോലെ ഈ പ്രണയത്തെ കൊതിക്കാത്ത ലവേഴ്സ് ഉണ്ടാവില്ല. സ്ക്രീനിൽ കണ്ടപ്പോൾ മൊയ്തീൻ ജീവൻ വെച്ച് വന്ന പോലെ തോന്നിയെന്ന് മൊയ്തീന്റെ വീട്ടുകാരുടെ അഭിപ്രായമാവും പൃഥ്വി എന്ന നടനെ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. തകഴിയുടെ ഏണിപ്പടികൾ എന്ന നോവലിനെ ബേസ് ചെയ്ത് വന്ന സിനിമയാണ് വാസ്തവത്തിലൂടെ 24 വയസ്സിൽ സ്റ്റേറ്റ് അവാർഡ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടനായി പൃഥ്വി. 1986 24 വയസ്സിൽ TP ബാലഗോപാലൻ MAയിലൂടെ മോഹൻലാലിന്റെ റെക്കോർഡാണ് പൃഥ്വി മറികടന്നത്. ആദർശവാദിയായ ഒരു ചെറുപ്പക്കാരിൽ നിന്ന് അഴിമതിക്കാരനായ ഒരു രാഷ്ട്രീയക്കാരിലേക്കുള്ള ബാലചന്ദ്രൻ അടികയുടെ പരിവർത്തനത്തെ ഉൾക്കൊള്ളാൻ പൃഥ്വിക്ക് കഴിഞ്ഞു. ഭീഷണിയുടെ സ്വരം ബാലനോട് വേണ്ട. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച സൈക്കോ ത്രില്ലേഴ്സിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സിനിമയാണ് മെമ്മറീസ്. ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പൃഥ്വിരാജ് മൂവി കൂടിയാണ് മെമ്മറീസ്. വ്യക്തിപരമായ ഒരു ദുരന്തത്താൽ വേട്ടയാടപ്പെടുന്ന ദുഃഖിതനായ ഒരു പോലീസുകാരനായി അഭിനയിച്ച പൃഥ്വിരാജിന്റെ ഒരു പവർ ഹൗസ് പ്രകടനമായിരുന്നു മെമ്മറീസിലെ സാം അലക്സ്. ദൃശ്യത്തിന് മുന്നേ ഇറങ്ങിയ ജിത്തു ജോസഫിന്റെ ഒരു അടിപൊളി ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലറാണ് മെമ്മറീസ്. കാവ്യത്തലൈവനിലെ ഹീറോ ആയ സിദ്ധാർത്ഥിനേക്കാൾ തിളങ്ങിയ ഒരു വില്ലൻ കഥാപാത്രമാണ് പൃഥ്വിരാജിന്റെ ഗോമതി. തുടക്കത്തിൽ നല്ല വ്യക്തിയായിരുന്ന ഗോമതി തന്റെ ഗുരുവിൽ നിന്ന് തുടർച്ചയായ അവഗണന നേരിട്ടപ്പോൾ തന്നിൽ കുടിയേറിയ പ്രൊഫഷണൽ ജലസിയും അമർഷവും അവന്റെ ഇരുണ്ട വശവും ഗോമതി പുറത്തെടുക്കുന്നു. ഈ ചിത്രത്തിന് പൃഥ്വിരാജിന് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മികച്ച വില്ലൻ കഥാപാത്രത്തിന്റെ അവാർഡ് നേടുകയുണ്ടായി. ഒരു നാൾ നാനും രാജപ്പാട്ട മേടയിൽ നിന്ന് കൈത്തട്ടി. കാതൽ ദ കോർ എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ ഹോമോസെക്ഷൽ ക്യാരക്ടർ അഭിനയിക്കുന്നതിന് മുമ്പേ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിക്കാൻ ധൈര്യപ്പെട്ട നമ്മെ അമ്പരിപ്പിച്ച് കളഞ്ഞ ക്യാരക്ടറാണ് ആന്റണി മോസസ്. ന്യൂ ജനറേഷൻ പിള്ളേരിൽ പോലീസ് വേഷം ചെയ്യാൻ ഏറ്റവും അടിപൊളിയായി തോന്നിയിട്ടുള്ളത് പൃഥ്വിരാജിനെയാണ്. അതിൽ തന്നെ സ്വാഗും ആറ്റിറ്റ്യൂഡും ഡയലോഗ് ഡെലിവറി കൊണ്ടും ഒരു കിടിലൻ മാസ് ക്യാരക്ടറാണ് ആന്റണി മോസസ്. അതും ഇത്തരം വിഷയം സിനിമ പോലുള്ള പബ്ലിക് സ്പേസിൽ തുറന്ന് സംസാരിക്കാൻ മടിച്ചിരുന്ന കാലത്ത്. ഒരു മെയിൽ ഈഗോ ക്ലാഷിന്റെ കഥ പറയുന്ന അയ്യപ്പനും കോശി എന്ന സിനിമയിലെ താരം ബിജു മേനോനും പൃഥ്വിരാജ് ആണെങ്കിലും അനിമൽ എന്ന സിനിമയ്ക്ക് മുമ്പ് തന്നെ ഒരു ടോക്സിക് ഫാദർ സൺ റിലേഷൻഷിപ്പ് കൂടി പറയുന്ന സിനിമയാണ് അയ്യപ്പനും കോശിയും. താന്തോന്നിയായ ഒരു പൈസക്കാരന്റെ ആറ്റിറ്റ്യൂഡും ഈഗോയും നന്നായി തന്നെ പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ഈ സിനിമ ചർച്ച ചെയ്യപ്പെട്ടു. ഒരു തനി നാടൻ സൂപ്പർ ഹീറോ സിനിമയാണ് അയ്യപ്പനും കോശിയും. മുണ്ടൂർ മാടനൊപ്പം തന്നെ പിടിച്ചു നിന്ന കോശിക്കുര്യനായി പൃഥ്വിരാജ് ഇതിൽ തകർന്നു. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും.
ഇന്നത്തെ യൂത്തിന്റെ തരംഗമായ പ്രേമലു പോലെ 2003 അന്നത്തെ യൂത്ത് ഏറ്റെടുത്ത് ആഘോഷിച്ച ഒരു പടമാണ് സ്വപ്നക്കൂട്. പൃഥ്വിരാജിന് ഒരുപാട് ലേഡീസ് ഫാൻസ് ഉണ്ടാക്കിയ സിനിമയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ എന്ത് വിളയിക്കാനും ഏത് പെണ്ണിനെ വളയ്ക്കാനും കഴിവുള്ള ഒരു കോഴി കഥാപാത്രമാണ് കുഞ്ഞൂഞ്ഞച്ചായൻ. കമലച്ചേട്ടത്തിയോട് കുഞ്ഞൂഞ്ഞച്ചായന് തോന്നിയ പ്രണയവും സൗഹൃദവും കള്ളച്ചിരിയുമൊക്കെ മീര ജാസ്മിൻ പൃഥ്വിരാജ് ജോഡിക്ക് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ ഉണ്ടായി. പൃഥ്വിരാജിന് ഏറ്റവും ചേരുന്ന നായികയായിട്ട് തോന്നിയിട്ടുള്ളത് മീര ജാസ്മിനെയാണ്. ബുൾഗാൻ താടി ട്രെൻഡാക്കിയ സ്വപ്നക്കൂടിലെ പാട്ടുകളും ബിജിഎമ്മും ഡയലോഗ്സ് ഒക്കെ ഇന്നും കാണാൻ രസമുണ്ട്. കാലത്തെ അതിജീവിച്ച ഈ സിനിമ ഡയറക്ഷൻ ചെയ്തത് കമലാണ്. പൃഥ്വിരാജിന്റെ വീക്ക്നെസ് ആയ കോമഡി കഥാപാത്രങ്ങളിൽ ഇന്നും ഒന്നാം നമ്പർ കുഞ്ഞുഞ്ഞു തന്നെയാണ്. ആ വർഷത്തെ ബെസ്റ്റ് ആക്ടറിനുള്ള ക്രിട്ടിക്സ് അവാർഡ് നേടിയത് കുഞ്ഞുഞ്ഞാണ്. ഞാനങ്ങോട്ട് കേറി വരട്ടായോ? ഒരു മുത്തശ്ശി കഥ പോലെ മനോഹരമായ സിനിമയാണ് അനന്തപത്രം. അഥർവത്തിനും ഞാൻ ഗന്ധർവത്തിനും പിന്നാലെ എക്കാലത്തെയും ക്ലാസിക്കായ മണിച്ചിത്രത്താഴിന് ശേഷം ഇറങ്ങിയ ഒരു ഫാന്റസി ഡ്രാമയാണ് അനന്തപത്രം. നാഗക്കാവും പുഴയും വയലും അമ്പലക്കുളവും ഒക്കെ നല്ലതുപോലെ ഒപ്പിയെടുത്ത സന്തോഷ് ശിവന്റെ ഒരു ക്ലാസിക് സിനിമയാണ് അനന്തപത്രം. പൃഥ്വിയുടെ അനന്തൽ ദിഗംബരൻ കുടിയേറിയതിനു ശേഷമുള്ള പൃഥ്വിയുടെ അഭിനയം ഗംഭീരമായിരുന്നു. മനോജ് കൈജന്റെ സ്വാഭാവിക അഭിനയത്തോട് കിടപിടിക്കാവുന്ന രീതിയിൽ തന്നെ ദിഗംബരന്റെ നോട്ടവും ചാട്ടവും ഭാവവും അതുപോലെ തന്നെ പൃഥ്വിരാജ് പകർത്തിയിട്ടുണ്ട്. ഇരിപ്പിടം പോലും ചതിക്കുന്ന കാലമാണ്. മലയാള സിനിമയിലെ പിതാവായ ജെ.സി. ഡാനിയലിന്റെയും പി കെ റോസിയുടെയും കഥയാണ് സെല്ലുലോയിഡ്. വിഷണറിയായ ജെ.സി. ഡാനിയലിനെ അവതരിപ്പിക്കാൻ മറ്റൊരു വിഷണറിയായ പൃഥ്വിരാജിനെ കഴിയൂ. ഒരു വിഷണറിയുടെ ഡിറ്റർമിനേഷനും കോൺഫിഡൻസും ആനിമേറ്റഡ് എക്സ്പ്രഷൻസും കൃത്യമായി അവതരിപ്പിക്കാൻ പൃഥ്വിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരമാണ് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ്. മലയാളക്കരയിലെ ആദ്യത്തെ സിനിമാ പിടുത്തക്കാരനാവും നിന്റെ ഡാനി. മറാത്തി സിനിമയായ ഹാപ്പി ജേണിയുടെ റീമേക്കാണ് കൂടെ. ഒരു സിനിമ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ റീമേക്ക് ചെയ്യണമെന്ന് അഞ്ജലി മേനോൻ കാണിച്ചു തന്നിട്ടുണ്ട്. പവിത്രം ശേഷം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ബ്രദർഹുഡ് സിസ്റ്റർഹുഡ് സിനിമയാണ് കൂടെ. ഇതിലെ ആങ്ങളെയും പെങ്ങളെയും കൂടി നമ്മളെ കരയിപ്പിക്കും. നല്ല ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ പൃഥ്വിരാജ് വളരെ നാച്ചുറലായി അഭിനയിച്ച ഒരു കഥാപാത്രം കൂടിയാണ് ജോഷുവ. വളരെ കോൾഡായി തുടങ്ങി ഊഷ്മളതയും ദുർബലതയും പുറകാല വേട്ടയാടലും ഒക്കെ മാറി മറിയുന്ന ജോഷുവ എന്ന ക്യാരക്ടർ അടിപൊളിയായിട്ടാണ് പൃഥ്വിരാജ് അഭിനയിച്ചത്. ജനി പോയി. അയാളും ഞാനും തമ്മിൽ എന്ന സിനിമ ഇറങ്ങുന്നത് വരെ പൃഥ്വിരാജ് എന്ന സ്റ്റാറിനെ മാത്രമേ കേരള സമൂഹം കണ്ടിട്ടുള്ളൂ. ഈ സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് പൃഥ്വിരാജ് എന്ന നടനെ പൊതുസമൂഹം അംഗീകരിച്ചു തുടങ്ങിയത്. ഈ സിനിമയുടെ കോർ തീം എന്തെന്നാൽ അത് റിഡംഷനാണ്. അർത്ഥപൂർണമായ ജീവിതത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു പരിവർത്തനത്തിന്റെ യാത്രയാണ് ഡോക്ടർ രവി തരകന്റെ റിഡംഷൻ. തന്റെ ലവ് ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഡോക്ടർ ലൈഫിലൂടെ വന്ന വേദനകളും കുറ്റബോധവും നാണക്കേടിന്റെയും ഭാരത്തിൽ നിന്ന് മോചിതനായി ഒരു ഇന്നർ പീസ് നേടുന്ന കഥയാണ് ഡോക്ടർ തരകന്റെ റിഡംഷൻ യാത്ര. പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും ഡെപ്തുള്ള ക്യാരക്ടറാണ് ഡോക്ടർ തരകൻ. റിഡംഷൻ ഹോസ്പിറ്റലിൽ നിന്നാണ് പൃഥ്വിരാജ് എന്ന ആക്ടർ ജനിക്കുന്നത്. ഇതിലെ അഭിനയത്തിന് സ്റ്റേറ്റ് അവാർഡ് കൂടി ലഭിക്കുകയുണ്ടായി. മലയാള സിനിമയിലെ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ ത്രില്ലറാണ് ജനഗണമന. പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും അടിപൊളി ആംഗ്രി യങ് മാൻ റോളാണ് DCP അഡ്വക്കേറ്റ് അരവിന്ദ് സ്വാമിനാഥൻ. കോർട്ട് റൂമിലെ നാടകീയത പോലും ഓഡിയൻസിന് ദഹിക്കുന്ന തരത്തിൽ വളരെ കൺവിൻസിംഗ് ആയ ഒരു പെർഫോമൻസ് ആണ് ചിത്രം വിജയിക്കാൻ ഒരു കാരണം. കോടതി രംഗങ്ങളിലെ പൃഥ്വിരാജിന്റെ ഡയലോഗ് ഡെലിവറി ഓഡിയൻസിനെ രോമാഞ്ചം കൊള്ളിച്ചു. കോവിഡിന് ശേഷമുള്ള ഒരു മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ജനഗണമന. മലയാളത്തിലെ മികച്ച കോർട്ട് റൂം ഡ്രാമകളിൽ ഒന്ന്. മീഡിയ ട്രയൽ, മോബ് ലിഞ്ചിങ്, റിലീജിയൻ, കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ. പൃഥ്വിരാജിന്റെ ഹരം കൊള്ളിക്കുന്ന ഡയലോഗുകൾ കൊണ്ട് തിയേറ്ററിനെ പൂരപ്പറമ്പാക്കിയ സിനിമയാണ് ജനഗണമന. ഈ സിനിമയുടെ ടീസറും ട്രെയിലറും ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഗാന്ധിയെ കൊന്നതിന് 2 പക്ഷമുള്ള നാടാ സാധേത്. പൃഥ്വിരാജിന്റെ കരിയർ നജീബിന് മുമ്പും ശേഷം എന്ന് നിർവചിക്കപ്പെട്ടു കഴിഞ്ഞു. നടൻ എന്ന നിലയിൽ പൃഥ്വിരാജിന്റെ കരിയറിന്റെ 2ാം ഇന്നിംഗ്സ് ആണിത്. പൃഥ്വിയുടെ എല്ലാ റോളുകളിലും ആ കഥാപാത്രത്തെ അല്ല മറിച്ച് സ്റ്റാർ പൃഥ്വിനെയാണ് കാണാൻ സാധിക്കുന്നത് എന്ന് വിമർശിച്ചവർ പോലും ആടുജീവിതത്തിന് നാഷണൽ അവാർഡ് കിട്ടുമോ എന്ന് ചർച്ച ചെയ്യേണ്ടി വന്ന പെർഫോമൻസ് ആയിരുന്നു നജീബിന്റെ റോള്. പൃഥ്വി ആടുജീവിതത്തിൽ അഭിനയിക്കുകയല്ലായിരുന്നു, നജീബായി ജീവിക്കുകയായിരുന്നു. അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിയുടെ വളർച്ച നജീബിൽ പൂർണ്ണത വരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. നജീബിന്റെ സംസാര ശൈലി, ഭാഷ, ചെറിയ മുടന്തു പോലെയുള്ള നടത്തം, മുഖത്തെ ഭാവങ്ങൾ, സംസാരിക്കുമ്പോഴുള്ള വലിയ കണ്ണുകളിലെ പ്രതിഫലനങ്ങൾ, ആ സംസാര ശൈലി എന്നിങ്ങനെ ഒട്ടനവധി സൂക്ഷ്മഭാവങ്ങൾ പൃഥ്വി അത്ഭുതകരമായി പകർത്തിയിട്ടുണ്ട്. കഥ മുന്നേറുന്നതിനനുസരിച്ച് പതിയെ പതിയെ ശോഷിച്ചു വരുന്ന ശരീരം, ഒടുവിൽ വസ്ത്രം മാറുന്ന സീനിൽ നമുക്ക് മുഴുവൻ ട്രാൻസ്ഫോർമേഷൻ കാണാം. അഭിനേതാവിന്റെ വർഷങ്ങളായുള്ള മാസ്റ്റർ ഡെഡിക്കേഷൻ. എടുത്തു പറയേണ്ടത് ഇതുവരെ കാണാത്ത ഒരു വോയിസ് മോഡുലേഷൻ. നജീബ് പൃഥ്വിരാജിന്റെ അഭിനയ ജീവിതത്തിലെ ഒരു മാസ്റ്റർ ക്ലാസ് ആണ്. മലയാള സിനിമയെ ആഗോളതലത്തിൽ എത്തിക്കുക എന്നതാണ് പൃഥ്വിയുടെ ലക്ഷ്യം. ഇനി വലിയ കളികൾ മാത്രം. ഇതിൽ ടോപ്പ് 15 മൂവീസിൽ ഏതെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക.